ഇന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണമാണ്. നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ഫാൽക്കെ അവാർഡ് വാങ്ങുന്ന ദിവസമാണ്. അതുപോലെ തന്നെ മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം വിജയരാഘവനും സഹനടിക്കുള്ള പുരസ്കാരം നമ്മുടെ ഉർവശിയും ഏറ്റുവാങ്ങും. ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം വിനീത വിജയ് തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. രാഷ്ട്രപതിയാണല്ലോ പുരസ്കാരം സമ്മാനിക്കുക, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഈ പുരസ്കാര വിതരണം ചെയ്യുന്നത്. വിഖ്യാൻ ഭവനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വിഖ്യാൻ ഭവനിലാണ്. അവിടെയുള്ള ഒരുക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ തന്നെയാണുള്ളത്. 71ാം ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണങ്ങളാണ് നടക്കുക. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ പുരസ്കാര വിതരണ ചടങ്ങുണ്ടാവുന്നത്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതിയായിരിക്കും ഈ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത്. ഈ പുരസ്കാരം സ്വീകരിക്കാനായി നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള താരങ്ങളടക്കം ഇതിനോടകം തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അവർ കുടുംബസമേതമൊക്കെയാണ് ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം ഈ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ട് നടൻ മോഹൻലാലിന് ഫാൽക്കെ പുരസ്കാരമുണ്ട്. അതും ഇന്നത്തെ ഈ നടക്കുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വേദിയിൽ വെച്ച് തന്നെയായിരിക്കും മോഹൻലാലിനും പുരസ്കാരം നൽകുന്നത്. അദ്ദേഹം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഡൽഹിയിലെത്തിയത്. അദ്ദേഹവും ഭാര്യ സുചിത്രയ്ക്കൊപ്പമാണ് ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. അത് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നടൻ മോഹൻലാലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകും. ആ വേദിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയാണുള്ളത്. ഒപ്പം തന്നെ മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം വിജയരാഘവനും മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ഉർവശിയും രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങും. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിനാണ് ലഭിച്ചിട്ടുള്ളത്. ആ ചിത്രത്തിന്റെ സംവിധായകനും ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. മികച്ച എഡിറ്ററായി ബിദുൻ മുരളിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ താരങ്ങളെല്ലാം കുടുംബസമേതം തന്നെ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അവാർഡ് വിതരണത്തിന് ശേഷം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒഴുക്കുന്ന അത്താഴ വിരുന്നുണ്ട്. വൈകിട്ടോടുകൂടി ഈ അത്താഴ വിരുന്നിലും താരങ്ങളൊക്കെ തന്നെ പങ്കെടുക്കും. ഏതാണെങ്കിലും വലിയ ആകാംക്ഷയോട് കൂടി തന്നെയാണ് നമ്മൾ കേരളമടക്കം കാത്തിരിക്കുന്നത്. കാരണം ഇക്കുറി മലയാളത്തിന് അഭിമാനിക്കാൻ നിരവധി പുരസ്കാരങ്ങളുണ്ട്. വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന വിഖ്യാൻ ഭവനിൽ അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.